നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 3ലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7ലെ ആര്യന്റെ എവിക്ഷൻ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ്. അൺഫെയർ എവിക്ഷൻ എന്ന രീതിയിൽ ഒരു വിഭാഗം മുറവിളി കൂട്ടുമ്പോൾ ആര്യൻ അല്ലെങ്കിൽ പിന്നെ ആര് പോകണമായിരുന്നു എന്നാണ് മറുവിഭാഗത്തിന്റെ ചോദ്യം. ഈ സീസണിൽ ഏറ്റവും അധികം കേൾക്കുന്ന PR-നെ കുറിച്ചും ചർച്ചകൾ സജീവമാണ്. ഇന്ന് നമ്മളത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒപ്പം ചേരുന്നു ബിഗ് ബോസ് സീസൺ 5 മത്സരാർത്ഥിയും അഭിനേത്രിയുമായ മനീഷ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഡ്വക്കേറ്റ് സമീറ ബീസ് എന്നിവർ. രണ്ടുപേർക്കും സ്വാഗതം. സന്തോഷത്തോടെ ന്യൂസ് 3ലേക്ക്. ഞാൻ ആദ്യം മനീഷയിലേക്കാണ് പോകുന്നത്. മനീഷ, ബിഗ് ബോസ് കണ്ട് അതിനു മുൻപും ഒക്കെ മനീഷയെ നെഞ്ചോട് ചേർത്തവരാണ് മലയാളികൾ. ഇപ്പോ ഈ ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടോ? എന്താണ് ആദ്യമേ പറയാനുള്ളത് പുതിയ സീസണിനെ കുറിച്ച്? കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോ ബിഗ് ബോസ് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒന്നാമത് ഈ പറഞ്ഞ പോലെ വർക്കൊക്കെ ആയിട്ട് മിക്കവാറും കുറച്ച് ബിസിയാണ്. പിന്നെ രണ്ടാമത് എന്താന്ന് വെച്ചാല് ബിഗ് ബോസിന്റെ ഒരു ഓവറോൾ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നുന്നുണ്ട്. അതിപ്പോ കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ, കണ്ടന്റ് വൈസ് ആണെങ്കിലും ഒക്കെ കുറച്ച് പിന്നെ ഓഫ്കോഴ്സ് ഇതൊരു നെഗറ്റീവ് ഷോ ആണ്, ഇതൊരു ടോക്സിക് ഷോ ആണ്, ടോക്സിസിറ്റിയാണ് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് ആസ് എ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക്, കണ്ടസ്റ്റന്റ് എന്നുള്ള നിലയ്ക്കല്ല, ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇരുന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ടോക്സിസിറ്റി ആവാമോ അതാണ് ബിഗ് ബോസിന്റെ കണ്ടന്റ് എന്നുള്ളത്. അപ്പൊ ടോക്സിസിറ്റി ലെവലില് ഇപ്പോഴത്തെ എല്ലാ കണ്ടസ്റ്റൻസും വളരെ ടോക്സിക് ആണെന്നുള്ളതാണ്. ഒന്നും അല്ലെങ്കിൽ ഇപ്പം നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു ചാനലിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബിഗ് ബോസിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോ അതിനകത്ത് വന്ന ജനങ്ങളുടെ കമന്റ്, നിങ്ങളാരാ, നിങ്ങളെ ബിഗ് ബോസിൽ വന്നിട്ടാണല്ലോ കാണുന്നേ, നിങ്ങളേതാ? അപ്പോ ജനങ്ങളുടെ ഒരു ആസ്വാദന രീതിയും പ്രതികരണ രീതിയും ഒക്കെയും മാറിയിട്ടുണ്ട്. അത് ഒരു ബിഗ് ബോസ് കാരണം മാത്രമല്ല. അതിന്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ടോക്സിസിറ്റി ആണ് ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ പോലും വെറുതെ ഒരു റീൽ എടുത്ത് നോക്കിയാൽ പോലും അതിന് അടിയിൽ വരുന്ന കമന്റ്സ് കണ്ടറിയാം ജനങ്ങളെല്ലാം ടോക്സിസിറ്റിയിലേക്ക് മാറി എന്നുള്ളതാണ്. നന്മമരം ഇവിടെ ആരും ചമയാണ്. അപ്പോ നല്ലത് കൊടുക്കണ്ട, അവിടെ വേണ്ടത് പ്രതികരിക്കുക. അതിന് ചുറ്റുപാട് നോക്കണ്ട, ബന്ധുജനങ്ങളെ നോക്കണ്ട, ഗുരുകാർമ്മമാരെ നോക്കണ്ട, ഒന്നും വേണ്ട, ടോക്സിസിറ്റി ഓൺലി. അതാണ് ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസ് മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുവെ ആസ്വാദക നിലവാരം അങ്ങനെയായി മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞത്, നമ്മളൊരു നല്ല പാട്ടിട്ട് ഒരു FB-ലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ്, നല്ല പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നതോ പോലും നമ്മൾ ഇട്ടാൽ പോലും അതിന്റെ അടിയിൽ പോലും വന്ന് മോശമായിട്ട് കമന്റ് ഇടുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ അവരും കൂടി ഉൾപ്പെടുന്നവരാണല്ലോ ഇപ്പൊ ഈ ബിഗ് ബോസ് കാണുന്നവർ, അല്ലെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നവർ. അതുകൊണ്ട് താങ്കൾ പറയുന്നത് ഈ കണ്ടന്റിന് വേണ്ടി സ്വാഭാവികമായും മാന്യമായ പെരുമാറ്റം ഒക്കെ ആണെങ്കിൽ അവിടെ ഓടില്ല എന്നാണോ പറയുന്നത്? 100% നന്മമരം വേണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങൾ എന്തിനാണ്, ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും സൗഹൃദത്തിനും ഒക്കെ ഞങ്ങൾ വാല്യൂ കൊടുക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്, ഒറിജിനൽ എന്ന രീതിയിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തിനത് വേണം, നിങ്ങൾ തല്ലുകൂടുന്നാണ് ആൾക്കാർ പറയുന്നത്. ആർക്കും നന്മകളെ വേണ്ട, എല്ലാവർക്കും ഇത് കണ്ട് ആസ്വദിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ആസ്വാദന രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ കാലഘട്ടം എന്നുള്ളതാണ്. ശരി, ഞാൻ മനീഷയിലേക്ക് വരാം. ഞാൻ സമീറ ബീസിലേക്ക് കൂടി പോവുകയാണ്. സമീറ കൃത്യമായി ഓരോ എപ്പിസോഡും കൃത്യമായിട്ട് കാണുന്ന ഒരാൾ കൂടിയാണല്ലോ. ഇന്നലെ ആരിന്റെ എവിക്ഷൻ കഴിഞ്ഞപ്പോ ഭയങ്കര ഗംഭീര ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പറയട്ടെ, ബിഗ് ബോസിന്റെ ഫാനാണ് ഞാൻ, അതിനകത്ത് വരുന്നവരുടെ ഫാൻ അല്ല. അതുപോലെ ഒരുപാട് പേരുണ്ട് ബിഗ് ബോസ് ഫാനായവൻ. പക്ഷെ ഇപ്പൊ ബിഗ് ബോസ് ഒരു ബിഗ് ബിസിനസ് ആയി മാറിയോ എന്നൊരു സംശയമുണ്ട്. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ചു പേർക്ക് കാശ് കൊടുത്ത് ഏൽപ്പിച്ച് എന്നെ ഇങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് എന്നെ അങ്ങ് അറ്റത്ത് എത്തിച്ചേക്കണം, തിരിച്ചു വരുമ്പോ ഞാൻ ഇത്ര ലക്ഷം രൂപ വരെ, ഈ ഒരു PR വർക്കിലേക്ക്
ബിഗ് ബോസ് ചുരുങ്ങിപ്പോയോ എന്ന് തോന്നുന്നുണ്ട്. അതിന് ചാനലിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവതാരകനായും ലാലേട്ടനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിൽ വരുന്ന ഇപ്പൊ ശ്രീമതി മനീഷ പറഞ്ഞ പോലെ ടോക്സിസിറ്റി എല്ലായിടത്തും ഉണ്ടായിരിക്കാം, എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ, നല്ലതും ചീത്തയും എല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യൻ. പക്ഷേ അവസാനം നമ്മൾ ഈ ഫൈനൽ 5ലേക്ക് എത്തുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈ. ഇനിയിപ്പോ കുറെ പേരൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫേവറേറ്റ്സ് പോകുമ്പോൾ അവിടെ എലിമിനേറ്റ് ആയി പോകുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നിയാൽ പോലും ഫൈനൽ 5 എപ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നിരുന്നു ഈ 6 സീസണിലും എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷെ ഈ സീസണിൽ ഫൈനൽ 5ലേക്ക് വരുമ്പോൾ ശരിക്കും അർഹിക്കുന്ന പലരും അൺഫെയർ ആയി എവിക്റ്റ് ആയി പോയേ എന്ന് എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. നല്ല നല്ല കണ്ടസ്റ്റൻസ്, നല്ല കണ്ടന്റ്സ്, നല്ലത് എന്ന് പറഞ്ഞാൽ നന്മ എന്നല്ല, കണ്ടന്റ്സ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ നന്നായി ബിഹേവ് ചെയ്തിരുന്ന അറ്റ്ലീസ്റ്റ് നല്ല വാക്കുകൾ പറഞ്ഞിരുന്നവർ എല്ലാവരും തന്നെ ഔട്ടായി പോയിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ആര്യൻ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ കൈ പൊക്കി പിടിച്ചൊരു ടാസ്ക് ചെയ്തിരുന്നു. എന്നിട്ട് ആ ആര്യൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള മലയാളി അല്ലാത്ത നന്നായി മലയാളം സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരാണ് വിജയിച്ചത്. അതുപോലെ ഒരുപാട് ടാസ്കുകൾ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഒരു വീക്ക്ലി ടാസ്ക്, എന്ത് ടാസ്ക് ആയിക്കോട്ടെ പുള്ളി നല്ല ബ്രില്യന്റ് ആയി കളിച്ചിരുന്നു. ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ആര്യൻ യു പ്ലേഡ് ബ്രില്യന്റ്ലി. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഔട്ട് ആകുകയാണ്. വെറുതെ കൈയും കെട്ടി നോക്കി ഗെയിം ഷോ ആണ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ അവിടെ ഒന്ന് ചോദിച്ചോട്ടെ, അവിടെ ഒരു ചോദ്യമുള്ളത്, ശ്രീ മോഹൻലാൽ നേരത്തെ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിക്ട് ചെയ്ത് വരുന്ന ആളുകളോട് നന്നായി കളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇങ്ങനെ ഒരു യു ഹാവ് പ്ലേഡ് ബ്രില്യന്റ്ലി എന്നൊരു വാക്കിൽ ലാലേട്ടനിൽ നിന്ന് കേട്ടിട്ടില്ല. നിങ്ങൾ നന്നായി കളിച്ചിരുന്നു, നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണ്, ഈ തരത്തിലുള്ള വാക്കുകൾ പലയിടത്തും ഉപയോഗിച്ചിരുന്നു. ആരെയും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇന്നലത്തെ എവിക്ഷൻ. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ 2 ദിവസം മുമ്പേ നമ്മൾ സോഷ്യൽ മീഡിയ വരെ അറിയും ആര്യൻ എവിക്റ്റഡ്, കുന്നംകുളം രൺബീർ എവിക്റ്റഡ്, അങ്ങനെ പിന്നെ ഇതിനകത്തുള്ള നെക് നെയിംസും അയാളുടെ പോരായ്മകളും അയാൾ പണ്ട് കാണിച്ചതും എല്ലാവരും അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ടാർഗറ്റഡ് ആയി കുറച്ചുപേരെ വെച്ച് ഇത്ര ആൾക്കാർ ഔട്ടായാലേ ഈ ആൾക്കാർക്ക് ഫൈനലിൽ എത്താൻ പറ്റൂ എന്നൊരു കാൽക്കുലേഷൻ പുറത്ത് നടന്ന് അതിന്റെ പുറത്ത് വോട്ടുകൾ പോലും മറിക്കപ്പെട്ട് പോകുന്ന ഒരു വെറും ബിസിനസ്സായി മാറുകയാണ് ഞങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഏഷ്യാനെറ്റിന്റെ ഈ ബിഗ് ബോസ് ഷോ. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ജെന്യുവിൻ ആയി വോട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വിടട്ടെ, ഇതിൽ എത്രമാത്രം സാങ്കേതികത്വം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കാണുന്നത്. പക്ഷെ എന്റെ ഈ റോഡിൽ ഒരു 16 വീട്ടുകാരുണ്ട്. അതിൽ ഈ 14 വീട്ടുകാരും കാണുന്നത് സാധാരണ കേബിൾ TV കണക്ഷൻ വഴിയാണ്. അവരാരും വോട്ട് ചെയ്യുന്നില്ല. ഇന്നലെ ഞങ്ങൾക്ക് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ എല്ലാവരുടെയും സംസാരത്തിൽ ആര്യൻ എത്ര നന്നായി കളിക്കുന്ന ഒരു ചെറുപ്പക്കാരനും എന്ത് മിടുക്കനായിരുന്നു, അവൻ നന്നായി ചെയ്തു, അവനൊക്കെ എന്ത് എന്റർടൈനിങ് ആണ്. ഇനിയിപ്പോ ആ നിവിനെയും കൂടെ കളയുമായിരിക്കും. അതോടുകൂടി ഇവർക്കൊക്കെ ആരൊക്കെയോ പുറത്ത് കളിക്കുന്നവർ പ്രതീക്ഷിച്ചവർ ഫൈനൽ എത്തുമല്ലോ. ഇത്തരം ടോക്സ് ആണ് സാധാരണ പ്രേക്ഷകരുടെ ഇടയിൽ നടക്കുന്നത്. ഈ വോട്ട് ചെയ്യാത്ത, അത് നമ്മുടെ കുറ്റമാണ്. പ്രേക്ഷകരാണ് വോട്ട് ചെയ്യേണ്ടത്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്തവരാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ വോട്ടുകൾ മാനിപ്പുലേറ്റഡ് ആണ് എന്ന് ഞാൻ ഇപ്പോ സംശയിക്കുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. മനീഷ, ഇപ്പോ സമീറ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം ഈ PR വർക്കിന്റെ കാര്യമാണ്. നിങ്ങളുടെ സമയത്ത് ഈ PR-നെ കുറിച്ച് വലിയ ചർച്ചയൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ PR ഇല്ലായിരുന്നോ? അല്ല, ഇതില് ഞാനൊരു ബലിയാടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 36ാം ദിവസം അൺഫെയർ ആയിട്ട് എവിക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഞാൻ. കാരണം അതില് ഏറ്റവും കൂടുതൽ അൺഫെയർ എന്ന് പറയാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ ആഴ്ചയിലെ നോമിനേഷനിൽ നിൽക്കെ തന്നെ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞ ടാസ്കില് ആ മാണിക്കക്കല്ല് എനിക്കായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ ബിഗ് ബോസ് അന്ന് അനൗൺസ് ചെയ്തത് എന്താന്ന് വെച്ചാല് 56ാം ദിവസത്തിലേക്ക് സ്വാഗതം, 8ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം തൊട്ട്, അതായത് ഈ കല്ല് എനിക്ക് സമ്മാനമായിട്ട് കിട്ടുന്ന ആ നിമിഷം തൊട്ട് ഞാൻ അടക്കമുള്ള അവിടെ എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെയാണ് ഈ നോമിനേഷനിൽ നിന്ന് മുക്തയായാൽ മാത്രമേ ഈ കല്ല് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതോ ഇപ്പൊ തൊട്ടേ ഈ കല്ല് കൊണ്ട് ഗുണമുണ്ടോ? അവസാനം വരെ, വെള്ളിയാഴ്ച വരെയല്ലേ വോട്ട് ഉണ്ടാവുള്ളൂ. സാറ്റർഡേത്തെ സ്പെഷ്യൽ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ടാണ് പറയുന്നത്, ഈ നോമിനേഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ 56 ദിവസം വരെ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷെ അപ്പോഴേക്കും വോട്ടിംഗ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എന്റെ ബന്ധുക്കളടക്കം എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ആരും വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ആ ആഴ്ചയിൽ എനിക്ക് ഏറ്റവും വലിയൊരു ദുര്യോഗം സംഭവിച്ചത്. എന്റെ വീട്ടിലുള്ളവർ, എന്റെ മകനടക്കമുള്ളവര് ചിലപ്പോ മാണിക്കക്കല്ലിന്റെ ഇമ്മ്യൂണിറ്റി ചിലപ്പോ 56 ദിവസം വരെ പിടിച്ചു നിർത്തുമായിരിക്കുന്നു. പക്ഷെ
ഒരു തവണ പോലും ബിഗ് ബോസ് ഇതിന്റെ ഇടയിൽ എനിക്ക് ഈ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ ഈ 56 ദിവസം കൊണ്ട് ഈ മാണിക്കക്കല്ലുകൊണ്ട് ഉപകാരമുള്ളൂ എന്ന് പറഞ്ഞു തന്നില്ല. അപ്പോ അതൊക്കെയും ഒരു അൺഫെയർ എവിക്ഷനിലൂടെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് മര്യാദയ്ക്ക് PR അല്ലെങ്കിൽ ഞങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വേദിയില് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് അതിനകത്ത് കടക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഈ കമന്റിലൂടെ പറയുന്നത് നീ ആരാ, ബിഗ് ബോസിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൽ വന്നതേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ ബിഗ് ബോസിന്റെ കപ്പ് നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ബിഗ് ബോസിലേക്ക് ഞാൻ വന്നത്. ശരി, ഈ ഫിൽട്രേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ എനിക്കറിയാം. അതെ, ഈ ഫിൽട്രേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് അവസാന 5ലേക്ക് വരുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു കൺസെപ്റ്റ്, അതാണല്ലോ. പക്ഷെ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴങ്ങനെ അല്ല. അതില് അവതാരകനായ മോഹൻലാലിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ചെയ്യാൻ പറ്റുന്നില്ല. അതെ PR വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തിറങ്ങി നമ്മൾ നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അൺഫെയർ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് പല PR വർക്കുകളും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരാളെ വളരെ മോശമായിട്ട് തേജോവധം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിനെ PR ടീമുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നമ്മുടെ ഈ ലൈഫിന്റെ വാല്യൂസും കൂടി നമ്മൾ എന്തൊക്കെ ടോക്സിസിറ്റിയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാലും അതിനെയും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കുലസ്ത്രീ ഒന്നും അല്ല കേട്ടോ ഞാൻ. തെറ്റുകളൊക്കെ എല്ലാ ഭാഗത്തും സംഭവിക്കും. മനീഷ പറഞ്ഞ കൂട്ടത്തിലൊന്ന് പറഞ്ഞായിരുന്നല്ലോ, അന്ന് ആ കല്ല് കിട്ടിയപ്പോ താങ്കൾക്കൊരു സ്റ്റാർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് കുടുംബത്തിലുള്ളവർ പോലും വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും അത് ബിഗ് ബോസ് സൂചിപ്പിക്കണമായിരുന്നു എന്നൊരു കാര്യം കൂടി അതിലുണ്ട്. അങ്ങനെ 100% ബിഗ് ബോസ് പറയണമായിരുന്നു 58ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് മാത്രം. 56ാം ദിവസത്തിലേക്ക് 8ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോ അപ്പൊ തന്നെ പറയണമായിരുന്നു ബിഗ് ബോസ്. അപ്പോഴല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വോട്ടിംഗ് അവസാനിക്കുന്നതിന് മുന്നേ എങ്കിലും ഒന്ന് പറയണമായിരുന്നു, നിങ്ങൾ ഈ നോമിനേഷനിൽ തീർച്ചയായിട്ടും ഉണ്ട്, ഇതിൽ നിന്ന് മുക്തയായാൽ ബാക്കിയുള്ള 2 ആഴ്ച നിങ്ങൾക്ക് നോമിനേഷനിൽ പെടാതെ രക്ഷപ്പെടാം, ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്ന് വ്യക്തമായിട്ട് പറയണമായിരുന്നു. അത് ബിഗ് ബോസ് എന്നോട് ചെയ്തില്ല. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ എന്റെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ഒരാളാണ്. ഞാൻ ഒരു 2 വർഷക്കാലം അതിന്റെ ഒരു ട്രോമയിലൂടെ കടന്നുപോയ ഒരാളാണ്. അങ്ങനെ ഫേവറുകൾ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഒരു ചീത്തപ്പേര് കൂടി ഉണ്ട് പുറത്ത്. അത് ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത്? ഫേവറിസം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ എന്നോട് അത് ചെയ്തത് കൊണ്ട് വേറൊരാളോട് ഫേവർ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു അബദ്ധം ബിഗ് ബോസിന് 100% എന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായി. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. സമീർ അബീസ്, താങ്കൾ എങ്ങനെയാണ് ഈ ആര്യന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ താങ്കളോട് എനിക്ക് കൃത്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇതിലെ ഓരോ നിമിഷവും കാണുന്ന ഒരാളെന്ന നിലയിൽ ആരായിരുന്നിരിക്കണം ഇന്നലെ എവിക്റ്റായി പുറത്തു പോകേണ്ടത്? ഒബ്വിയസ്ലി ഇന്നലെ എവിക്റ്റായി പോകേണ്ടത് സാബുമാനായിരുന്നു. വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് എത്ര പറഞ്ഞാലും അദ്ദേഹം അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു ഗെയിമും നല്ല ഹെൽത്തി ആയ ഫിസിക്കുള്ള, അതായത് എക്സസൈസ് ഒക്കെ ചെയ്യുന്നെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ടൊന്നും ചെയ്യുന്നില്ല. ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് വരെ നിന്നിട്ടുണ്ട്, അല്ലാതെ ബാക്കി ഒന്നിലും അത്ര എഫേർട്ട് ഇടുന്നില്ല. ഒരു നല്ലതായ ഈ പറഞ്ഞ പോലെ ടോക്സിക് ഒന്നും ആവണ്ട, പക്ഷെ ഹെൽത്തി ആയ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്നില്ല. ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇപ്പൊ അനീഷ് അവിടെ വലിയ ഗെയിം ഒന്നും ഫിസിക്കൽ ടാസ്ക് ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കണ്ടാൽ സംസാരിക്കും. ആർക്കും ഒരു സൈഡിൽ നിന്ന് ഈ അടയായിട്ട് ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അനീതി, ഇപ്പം ശ്രീമതി മനീഷ പറഞ്ഞതെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് പേർക്ക് കുറ്റങ്ങൾ കണ്ടെത്തുമ്പോൾ ലാലേട്ടൻ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരും, നിങ്ങളൊരു പണിഷ്മെന്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ 2-3 എപ്പിസോഡിന് വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് ഷാനവാസിന് 2-3 പ്രാവശ്യം വാർണിംഗ് കൊടുത്തിരുന്നു. പക്ഷെ ഒരു ഇത് കൊടുത്തില്ല. പക്ഷെ പാവം നെവിന്റെ കേസ് വന്നപ്പോൾ നെവിൻ പണപ്പെട്ടി എടുത്തുകൂടാ എന്നൊരു വലിയ പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ നടന്നതായിട്ട് അപ്പൊ മനീഷ് പറഞ്ഞ് ആ ഒരു വേർതിരിവ് കാണിക്കുന്നു എന്നെങ്കിലും ഞാൻ പറഞ്ഞ. പക്ഷെ ഔട്ടായി പോകാൻ എന്തുകൊണ്ടും ആര്യൻ ഒരു കാരണവശാലും യോഗ്യനല്ല. ആര്യൻ അവിടെ നിൽക്കേണ്ട ആളായിരുന്നു. വേറൊരു കാര്യം കൂടെയുണ്ട്, ക്യാപ്റ്റൻസി വന്നപ്പോൾ അവർ 3 പേരും തമ്മിൽ ഒരു മത്സരം വരികയും അതിലൊരു ക്യാപ്റ്റൻ വരികയും, അത് ആര്യനോ അക്ബറോ ആരും ആയിക്കോട്ടെ, വരികയും ചെയ്താൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമായിരിക്കും. ആ ഒരു ഇമ്മ്യൂണിറ്റിയും കഴിഞ്ഞ ആഴ്ച ഉണ്ടായില്ല. അതേസമയം ഇതിനു മുമ്പ് വന്ന എല്ലാ ക്യാപ്റ്റന്മാരും ആ ഇമ്മ്യൂണിറ്റിയുടെ ബലത്തിൽ മാത്രം
ഇപ്പൊ അവിടെ എത്തി നിൽക്കുന്നവർ പോലും ഉണ്ട്. അപ്പൊ അത് ഈ ചിലർക്ക് ചില നിയമങ്ങൾ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പണ്ട് പറഞ്ഞ ഒരു സംഭവം ഇടയ്ക്കൊക്കെ അവിടെ നടക്കാറുണ്ട്. എങ്കിൽ പോലും PR ശ്രീമതി മനീഷ പറഞ്ഞ പോലെ PR ചിലരെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ കണ്ടാണ് ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ഒരു കുട്ടി ബലിയാടായത്. അവരുടെ ജീവിതം, അവരുടെ ക്യാരക്ടർ, അവരുടെ വീട്ടുകാർ എല്ലാവരെയും പുറത്തിരുന്ന് കുറെ PR കീറി മുറുക്കിയായിരുന്നു. ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ്, ഒരു ടൈറ്റിൽ വരെ ഉണ്ടാക്കി. അത് ഈ വർഷവും കൊണ്ടുവന്നിട്ടുണ്ട്, അക്ബറിന് ഒരു കപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതിപ്പോ സ്ഥിരമാവും നമുക്ക് മനസ്സിലാവും ഇത് ഫേക്ക് ആണെന്ന്. ആ ഒരു പെൺകുട്ടിയെ ഇനി വലിച്ചു കീറാൻ, ബുള്ളി ചെയ്യാൻ ഒന്നുമില്ല. അവരത് വിൻ ചെയ്തോ അതുമില്ല. വിന്നറിന് ഇപ്പൊ ആർക്കെങ്കിലും ഇഷ്ടമാണോ അതുമല്ല. അപ്പൊ എല്ലാം PR തീരുമാനിക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നത് വളരെ നിരാശാജനകമാണ്. അതാണ് മനീഷ ഈ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുകയും അതിനുശേഷം പുറത്തു വരികയും ചെയ്ത ആളാണല്ലോ. അപ്പോൾ ഇത് രണ്ട് മൈൻഡാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ പുറത്ത് വന്നപ്പോൾ എപ്പോഴെങ്കിലും തോന്നി ഞാൻ അങ്ങനെ ആയിരുന്നില്ല അവിടെ കളിക്കേണ്ടിരുന്നത്, എനിക്ക് കുറച്ച് നാളും കൂടെ അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു എപ്പോഴെങ്കിലും? കുറച്ച് നാളും കൂടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന് ഒബ്വിയസ്ലി എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എന്റെ എല്ലാ ഇൻപുട്ടും ഫിസിക്കൽ ടാസ്ക് മാത്രമല്ലല്ലോ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, ഒച്ചയെടുക്കേണ്ടടുത്ത് ഒച്ചയെടുക്കണം, എല്ലാം വേണം. ഞാൻ ഫിസിക്കലി എന്റെ ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ഫിസിക്കലി ഇടിക്കാനും പിടിക്കാനും പഞ്ചകുസ്തി നടത്താനും പറ്റിയില്ലെങ്കിലും ഞാൻ അവിടുത്തെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ തന്നെയായിരുന്നു. പാട്ട് പാടുകയും ഞാൻ അവിടെ അഭിനയിക്കാൻ വേണ്ടി ഫസ്റ്റ് ടാസ്കിൽ എല്ലാവരെയും ഒന്ന് അനുകരിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാൻ അഹങ്കാരം പറയണല്ല, എന്റെ കോൺഫിഡൻസ് ആണ്. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് 36ാമത്തെ ദിവസം എന്നെ എവിക്റ്റ് ആക്കിയപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുമല്ലോ, അയ്യോ നമ്മൾ എത്ര വെളുക്ക വെള്ളം കോരിയിട്ട് കുടം അടച്ചു കളഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവിടെ എന്റെ കുറവായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ എവിക്റ്റ് ചെയ്തു എന്നുള്ളൊരു വിഷമമാണ് എനിക്ക്. ഒരു കാര്യം കിട്ടെ, അഡ്വക്കേറ്റ് സമീർ ഇപ്പൊ പറഞ്ഞു സാബുമാനെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്, കാരണം പ്രത്യേകിച്ച് പുള്ളി അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അവിടെ നമ്മളായി നിൽക്കുമ്പോൾ ഇപ്പൊ സാബുമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങനെയാണ്, പുള്ളി ചില കാര്യങ്ങളിൽ ഇടപെടില്ല. അതായത് കറക്റ്റായ അങ്ങനെയാണ് പുള്ളിയെങ്കിൽ അദ്ദേഹം വേറെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകുന്നില്ല, സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഡ്രാമ എന്നുള്ളത് പലപ്പോഴും പറയുന്നുണ്ട്, അത് ഡ്രാമയാണ്, ഈ ചെയ്യുന്നത് ഡ്രാമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളായി നിൽക്കണോ അതോ കുറച്ചൊക്കെ ഡ്രാമ കാണിക്കണോ എന്നൊക്കെയുള്ള തോന്നലും ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമ്മളായിട്ട് നിൽക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാത്തിനോടും പ്രതികരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി നമുക്ക് വേണം, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയില്. കാരണം നമ്മൾ ഇതിന്റെ കണ്ടന്റ് ടോക്സിസിറ്റി ആണ് അല്ലെങ്കിൽ ഇത് നെഗറ്റിവിറ്റി ഉള്ളൊരു ഷോ ആയിട്ട് തന്നെയാണ് നമ്മൾ അതിനകത്തേക്ക് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുലസ്ത്രീ കളിക്കുകയും മാന്യത ചമയുകയും നന്മമര ചമയേണ്ട ഒന്നും ഒരാവശ്യമില്ല. നമ്മൾ എന്താണോ അതായിട്ട് നിൽക്കുക. അവിടെ നമുക്ക് പറയാനുള്ളത് നമ്മൾ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പ്രതികരിക്കുകയും ഒക്കെ. അതിനെ ഈ നമ്മൾ എന്താണോ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ഓരോ കണ്ടസ്റ്റൻസിനും ഒരു പേയ്മെന്റ് തന്ന് ഒരു പരിപാടിയിൽ കൊണ്ടുപോയിരിക്കുകയാണ് അവർ. അപ്പൊ അവർ അതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ്. ആ എന്റർടൈൻമെന്റ് കാണാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ പ്രേക്ഷകർ ഇരിക്കുന്നത്. ആ എന്റർടൈൻമെന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് നിങ്ങളായി ഞങ്ങൾ മിണ്ടാത്തവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരു മൂലയ്ക്ക് മിണ്ടാതിരുന്നേക്കാം, ഞാൻ പാട്ട് മാത്രമേ പാടുള്ളൂ, അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടന്റ് വേണം അല്ലെ, നമുക്ക് കാണാൻ തോന്നണം. ഞാൻ പറയട്ടെ, ഞങ്ങൾ കുടുംബത്തോടെ ഇനി ഇത് കാണുന്നില്ല എന്ന് വെച്ചു, സത്യം പറയാലോ. കാരണം നമുക്ക് നല്ല കണ്ടന്റ്സ് കൊടുത്തിരുന്നവർ നന്നായി എല്ലാത്തിലും ഇടപെട്ട്. ഇപ്പൊ ഞാനും ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് വന്ന ആളാണ്. ഞങ്ങളുടെ റിയാലിറ്റി ഷോയിലും ഗ്രൂപ്പ് കളിച്ച് ഒരാളെ ഒരു കുറച്ച് കൂട്ടരെ ഫൈനലിൽ എത്തിക്കാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന് വന്നാണ്. ഇപ്പോഴും ഒരു ഗ്രൂപ്പ് ഇവരെയും മറ്റവരെയും ഒക്കെ ഡിസ്കസ് ചെയ്ത് എലിമിനേഷനിൽ ഇടാതെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയാൽ ഏത് ബിഗ് ബോസിനെയും പറ്റിച്ച് ഏത് ചാനലിനെയും പറ്റിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവർ നിസ്സഹായരായി പോകും. അതിനോടൊപ്പം കൂടെ നിൽക്കാൻ പുറത്ത് നല്ല കാശ് കൊടുത്ത് വെച്ചിരിക്കുന്ന PR-ഉം കൂടെ ഉണ്ടെങ്കിൽ ഈസിയായി കാര്യങ്ങൾ. അവരാരെയൊക്കെ വിചാരിച്ചോ അവരൊരു കൂട്ടുകെട്ടുണ്ടാക്കുന്നു. ഞാൻ ഒരു പ്രത്യേകം എടുത്ത് പറഞ്ഞോളെ, നല്ല സെൽഫ് റെസ്പെക്ട് ഉള്ള നല്ല മൂല്യബോധമുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്ന ഒരു സീസണാണ് ഇത്. പക്ഷെ അവരെല്ലാവരും തന്നെ എവിക്റ്റ് ആയി പോയിരിക്കുന്നു. അവരെല്ലാവരും പുറത്തായി. തന്റെ ദേഹത്ത് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ എതിർത്താൽ പിറ്റേ ദിവസം തൊട്ട് ശ്രീമതി മനീഷ പറഞ്ഞ പോലെ താഴെ വന്നിട്ട് അവൾ ആരാണെന്നാണ് അവളുടെ വിചാരം, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് വന്ന് PR എഴുതാൻ തുടങ്ങുന്നു. അതേസമയം തന്നെ വെറും വുമൺ കാർഡ് എടുക്കുന്നവർ ഇപ്പോഴും അവിടെ ഉണ്ട്. വുമൺ കാർഡ് എന്ന് പറയുന്ന സാധനം ഇതിൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ
രേണു സുധിയെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞായിരുന്നു. ഞാൻ കുറച്ചു നാൾ എയറിലായിരുന്നു ഇപ്പൊ തൊട്ട് മുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതുള്ളൂ, കേരളത്തിലെ ആദ്യത്തെ വിധവയല്ല രേണു സുധി എന്നാണ്. അല്ലാതെ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നുമല്ല. നമ്മൾ പ്രിവിലേജ് എടുക്കുമ്പോ നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെക്കാളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം അടുപ്പേ, ഫോർ എക്സാമ്പിൾ ഈ ന്യൂസ് 18 തന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതാണ്, ഞാൻ ബിഗ് ബോസ് അധികം കാണാറില്ല. അത്തരം പ്രതികരണങ്ങളിൽ ഞാൻ അതിൽ ഭാഗവാക്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ ഇടപെടാണ്ടിരുന്നതാണ്. അപ്പോ ഞാൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോ ഉടനെ ഈ പറഞ്ഞ പോലെ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ആണ്, നീ ആരാന്ന വിചാരം, ഞാൻ ആരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് അവർക്ക് തെറ്റാണ്. ഞാൻ ഈ ഭൂമിയിൽ എന്റെ ജന്മത്തിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയുമ്പോ തള്ളു എന്ന് പറയും ആൾക്കാർ. ഒരാളെ കുറിച്ച് മനസ്സിലാക്കാതെ, ഒരാളെ കുറിച്ച് അറിയാതെ നമ്മൾ വായി തോന്നിയ വർത്താനമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ചർച്ചകളിലേക്ക് ആക്ച്വലി ഞാൻ വരാണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ വാല്യൂ നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് വലിച്ചു കയറാൻ കൊടുക്കേണ്ടത്. ഞാൻ പാട്ടുകാരിയാണ്, ഞാനൊരു അഭിനേത്രിയാണ്, ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയാണ്. ഇനി അഹങ്കാരമാണെന്നെങ്കിൽ അങ്ങനെയും വിചാരിച്ചോളൂ. പക്ഷെ നമ്മളെ ഒന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ കണ്ട് അഡിക്ഷനായി അവരോട് അങ്ങ് ആത്മാർത്ഥമായ ഒരു സ്നേഹം കാണുമ്പോൾ മറ്റുള്ളവരാരും ഒന്നുമല്ല എന്ന് ധരിക്കുന്ന ആസ്വാദകര് ശരിക്കും പറഞ്ഞാൽ ദുരന്തമാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു കലാകാരിയെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോഴത്തെ ബിഗ് ബോസിലെ ആരെ ആയിരിക്കും താങ്കൾ പിന്തുണയ്ക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആരെയും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ നിന്ന് എവിക്റ്റ് ആയി പോയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ആരും എങ്കിലും അവസാനത്തെ ഒരു 3 പേര് ആരായിരിക്കും ഈ പോക്കാണെങ്കിൽ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ആരായിരിക്കും? താങ്കളുടെ ആഗ്രഹമല്ല, എന്താണ് തോന്നുന്നത്? അല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളായത് കൊണ്ട് കൂടി ഞാനത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇതൊക്കെ ഡിപ്പെൻസ്. കാരണം അവിടെ എത്ര നന്നായിട്ട് കളിച്ചാലും ഇപ്പോഴത്തെ ഒരു നിജസ്ഥിതി അനുസരിച്ചിട്ട് PR വർക്കുകൾ കൊടുക്കുന്ന ഇതും പിന്നെ ഈ പറഞ്ഞ പോലെ വോട്ടിങ്ങിനും അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരും മുന്നിൽ വരുന്നത്. മനുഷ്യ ഒരു ചോദ്യം കൂടി, പുറത്തിറങ്ങി വരുമ്പോ നിങ്ങൾ എവിക്റ്റ് ആയി പുറത്തിറങ്ങി വരുമ്പോ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ തരാറില്ലേ ബിഗ് ബോസ്? അപ്പോ ഇപ്പൊ ആര്യൻ പുറത്തിറങ്ങി വന്നു, ഇത് അൺഫെയർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അൺഫെയർ ആണെന്ന് നമുക്ക് നമ്മുടെ കളിയിൽ അതായത് നമ്മൾ കൊടുത്ത കോൺട്രിബ്യൂഷൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാശ് കൊടുത്ത് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയതാണ്. നിങ്ങൾ അവിടെ ബിംബം പോലെ നിൽക്കാനല്ല, നിങ്ങളുടെ ഒറിജിനൽ ആയിട്ട് നിൽക്കാനല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവിടെ എന്റെ കോൺഫിഡൻസ്, ഞാൻ അവിടെ എന്റെ എല്ലാ ഗെയിമും ഞാൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗെയിം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഗെയിമും അവിടെ കളിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പുറത്തു വരുമ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും പറയാനുള്ള അവകാശം. നമുക്ക് സമയം അവസാനിക്കുകയാണ്. ഞാൻ സമീറയോട് അവസാനമായിട്ട് ചോദിക്കുന്നത്, സമീറ ആരാണ് അവസാന 5ലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ ഉള്ള ഗ്രൂപ്പുകളിൽ, അതായത് പരസ്പര സഹായ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇപ്പൊ അവിടെ, ആ പരസ്പര സഹായ ഗ്രൂപ്പുകളിൽ അവസാനം വരെ കൂട്ടുകെട്ട് വിടാതെ നിൽക്കുന്നവർ ഫൈനലിൽ വരും. കാരണം 100 ഓൾറെഡി ഫൈനൽ 5-ൽ വന്നു കഴിഞ്ഞു. ബാക്കി 4 പേരാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ 100 നന്നായി കളിച്ച് തന്നെ ഫൈനൽ 5 വന്നി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പൊ ബിഗ് ബോസിൽ ചെറിയ റിസർവേഷൻ ഉള്ള പോലെ ഉണ്ട്. പണ്ടൊക്കെ ബിഗ് ബോസിലേക്ക് ആദ്യത്തെ സീസണിലൊക്കെ എല്ലാവരും അങ്ങ് വരികയായിരുന്നു. ഇപ്പം LGBTQ റിസർവേഷൻ, പിന്നെ ഇങ്ങനെ കുറച്ച് റിസർവേഷൻ, പിന്നെ ജാതിക്കാരുടെ മതം എല്ലാം കൂടെ ചേർന്ന് വരുന്ന പോലെ ഫൈനലിലേക്ക് എത്തുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോ ഈ റിസർവേഷൻസിനെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 100 നന്നായി കളിച്ച് തന്നെ, ആ കുട്ടി നന്നായി കളിച്ച് തന്നെ, അതും പിന്നെ ആര്യനെ പോലെ ശക്തമായ ഒരു എതിരാളി ഉണ്ടായിട്ടും ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ഈ പരസ്പര സഹായ ഗ്രൂപ്പുകാരും പരസ്പര സഹായ PR ഗ്രൂപ്പുകാരും കൂടി ആർക്കൊക്കെ വോട്ട് ചെയ്ത് ആരെയൊക്കെ പുറത്താക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആര് ഫൈനലിലെത്തും. അല്ലാതെ ക്വാളിറ്റി കൊണ്ടോ കണ്ടന്റ് കൊണ്ടോ ഗെയിം കൊണ്ടോ അല്ല ഈ പ്രാവശ്യം ഫൈനലിൽ എത്താൻ പോകുന്നത്. ഇതിൽ നിന്നൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബിഗ് ബോസിന്റെ എന്താ പറയാ, ഈ പ്രകാശം, ഈ വെട്ടമൊക്കെ ഒരു വർഷത്തേക്കേ ഉള്ളൂ. നമ്മളൊക്കെ മനുഷ്യനായിട്ട് ജീവിക്കുക, ആർട്ടിസ്റ്റുകളും നമുക്ക് ഇത് കഴിഞ്ഞിട്ടും ജെനുവിൻ ആയിട്ടുള്ള കലാകാരികൾ അല്ലെങ്കിൽ കലാകാരന്മാരെ നിലനിൽക്കും എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തല് കണ്ടസ്റ്റൻസിനും കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇവിടെ നടക്കുന്ന ഈ അടികളും അക്രമങ്ങളും ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കാണേണ്ടതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. ഉണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞോളട്ടെ, ബിഗ് ബോസ്
ബിഗ് ബോസ് നിന്ന് പുറത്തിറങ്ങി, അതും വിന്നേഴ്സ് ഈ പിന്നീട് വരുന്നതിൽ ഒരു പെർട്ടിക്കുലർ ആളെ മാത്രം പോയിന്റ് ചെയ്ത് അവരെ ബൂസ്റ്റ് ചെയ്യുകയും മറ്റ് 2-3 പേരെ പോയിന്റ് ചെയ്ത് താഴ്ത്തുന്നത് വളരെ മോശമാണ്. നിങ്ങൾ അവിടെ നിന്ന് ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. മോശമായിട്ട് ഇങ്ങനെ ചെയ്യരുത്. ഒരാളെ ടാർഗറ്റ് ചെയ്ത്, ഇപ്പൊ മനീഷ പറഞ്ഞ പോലത്തെ അല്ല ഞാൻ പറഞ്ഞത്, ഒരാളെ ടാർഗറ്റ് ചെയ്ത് മോശക്കാരനാക്കുകയും ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാനും ദയവ് ചെയ്ത് അതിൽ നിന്ന് വിന്നേഴ്സ് ആയിട്ട് ഇറങ്ങി ചെയ്യാൻ പാടില്ല. ശരി, നമുക്ക് എന്തായാലും നോക്കാം, കാത്തിരുന്ന് കാണാൻ ആരൊക്കെയാണ് അകത്തേക്ക് വരുന്നത്, അവിടെ നിൽക്കുന്നത്, പുറത്തേക്ക് വരുന്നത്. മനുഷ്യത്വം പരക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും, താങ്ക് യു. അപ്പുറം ഒരുപാട് പ്രളയങ്ങളും കൊറോണയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ല വിഷയം. നമുക്ക് മുന്നോട്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, വളരെയധികം നന്ദി രണ്ടുപേർക്കും സംസാരിക്കാൻ എത്തിയതിന്. മനുഷ്യ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്കിനി വാർത്തയിലേക്ക് പോകാം. PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല. PM ശ്രീയിൽ തിടുക്കത്തിൽ നടപടികളിലേക്ക് കടക്കേണ്ട എന്നാണ് CPM-ന്റെ തീരുമാനം. അല്പസമയത്തിനകം ആലപ്പുഴയിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രി ചർച്ച നടക്കും. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം CPI സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും വീണ്ടും ചേർന്നേക്കും. എങ്ങനെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ ഇടതുമുന്നണി സബ് കമ്മിറ്റിയെ തീരുമാനിച്ചേക്കും. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, നിർണായക സമയമാണ്. മുഖ്യമന്ത്രിയുമായി ചർച്ച നടക്കും, അതിനുശേഷം വീണ്ടും എക്സിക്യൂട്ടീവ് ചേരുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇപ്പോൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി എവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, K രാജൻ അടക്കമുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ എക്സിക്യൂട്ടീവിലുള്ള അംഗങ്ങളെല്ലാം തന്നെ താമസിക്കുന്നതും ഇവിടെയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച, ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച നടന്നതിന് ശേഷം പിന്നീട് എക്സിക്യൂട്ടീവ് ചേരുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ എക്സിക്യൂട്ടീവിലായിരിക്കും തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ബിനോയ് വിശ്വം ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തട്ടെ എന്നാണ് പറഞ്ഞത്. രാവിലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം പ്രതികരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ നിലപാടിൽ PMCയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റം വരുത്തരുത് എന്നുള്ള ഒരു കൂട്ടായ തീരുമാനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്ന് നടന്ന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എന്ത് മാറ്റം വരും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം എന്നാൽ ഈ വിഷയത്തിനകത്ത് മുന്നണിയിലുള്ള CPI അനുനയിപ്പിച്ച് പോകണമെന്നുള്ള നിലപാടാണ് കൈക്കൊണ്ടത്. ഈ കരാറുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല. ഇടതുമുന്നണി യോഗം ചേർന്നതിന് ശേഷം അവർ സബ് കമ്മിറ്റി അടക്കം ഇത് വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇടതുമുന്നണി യോഗം വിളിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ തീരുമാനമായി എന്നുള്ള വിവരവും ഒക്കെ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കൂടിക്കാഴ്ച, പ്രധാനമായ കൂടിക്കാഴ്ച ഇന്നിപ്പോൾ ആലപ്പുഴ കുമ്മാടി ഗസ്റ്റ് ഹൗസിൽ നടക്കുകയാണ്. ശരി ശരണ്യ, എന്തായാലും വരും മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് അതിന്റെ വിശദാംശങ്ങൾ എത്തിക്കാം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.